അച്ഛാ എനിക്ക് ഡൗട്ട് ഇപ്പൊ എന്ത് ഡിസീസ് വന്നാലും സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന് പറയും അതെന്താ എന്തോ ആക്ച്വലി ഓക്കെ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഇപ്പൊ നോർമലായിട്ട് സൈക്കോണ എന്താണ് മെന്റൽ സൊമാറ്റിക്ന സൊമാറ്റിക്ന ബാഡി ഓക്കെ ഡിസോർഡർனா അസുഖം ഓക്കെ അപ്പൊ നമുക്ക് ശരീരത്തില് வந்து ശരീരത്തിലെ ஏதாச்சும் ട്രബിൾ ആണ് മൈൻഡ് അഫക്റ്റഡ് ആവും മൈൻഡിൽ ഏതാച്ചും ട്രബിൾ ഉണ്ടെങ്കിൽ ശരീരം അഫക്റ്റഡ് ആവും ഇതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണ് നോർമലായിട്ട് ഇപ്പൊ നമുക്കറിയാല്ലേ ഇപ്പൊ കോമൺ സാൾട്ട് അറിയാമേ ഏതാണ് കെമിക്കൽ കമ്പൗണ്ട് ഓക്കെ ഇപ്പൊ നമ്മുടെ ബ്ലഡിലെ സോഡിയം ഉണ്ട് ഇപ്പൊ സോഡിയം സപ്പോസ് കുറവുണ്ടെങ്കിൽ എന്താണ് പറ്റും കണ്ടിട്ടുണ്ടല്ലേ കുറെ പ്രായമുള്ള അപ്പൊ കിഡ്നി മാക്സിമം കിഡ്നി പേഷ്യന്റിക്ക് സോഡിയം കുറഞ്ഞിട്ട് മെന്റൽ കൺഫ്യൂഷൻ ആയിട്ട് സംസാരിപ്പാണ് അത് ശരീരത്തിൽ ഏതാച്ചും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് മൈൻഡ് അപ്സെറ്റ് ആവും ഇത് മൈൻഡ് അപ്സെറ്റ് എക്സാമ്പിൾ ഉണ്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ ഡിപ്രഷൻ ഇருக்கு ഓക്കെ ഏതാച്ചും ഒരു വിഷമോ ഭയങ്കര വിഷമോ ഇല്ലെങ്കിൽ സ്ട്രെസ് இருந்தாൽ നമുക്ക് വിശപ്പേ വരാது ஓகே ரீசன் என்னன்னா நமக்கு நம்ம எக்ஸாம்பிள் வந்து டைஜஸ்டிவ் ஜூஸ் எல்லாமே ஸ்டாப் ஆயிரும் ப்ரொடக்ஷன் எல்லாம் ஓகே அதுக்கப்புறம் எக்ஸாம்பிள் வந்து ஸ்டொமக்ல ஹைட்ரோக்ளோரிக் ஆசிட் இருக்கு அது செக்ரேட்டட் ஆகுது அப்போ நம்ம ആ സമയം വിഷമത്തോടെ നമ്മ ആ സമയം வந்து ഏതാച്ചും ആഹാരം കഴിച്ചെങ്കിൽ നമുക്ക് ഡൈജഷൻ ആകാതെ ഇൻഡൈജഷനായി അസുഖം വരെ ചാൻസ് ഇருக்கு അതുകൊണ്ട് തന്നെ എല്ലാ പാരന്റ്സിനെയും പറയുന്നത് നമുക്ക് ഏതാച്ചും വിഷമമുണ്ട് ഇപ്പൊ കുട്ടിയിൽ வந்து വിഷമം ഉണ്ടെങ്കിൽ ആ സമയം ഫുഡ് കൊടുക്കണ്ട അവനും കഴിക്കണ്ട വിഷമം ഉണ്ടെങ്കിൽ ആരെന്നെ കഴിച്ചെങ്കിൽ അത് ഇൻഡൈജഷനാ മാറിയിട്ട് അസുഖം വരും അതുകൊണ്ട് അപ്പൊ ഇവിടെ ലൈക്ക് ശരീരത്തിൽ ഏതാച്ചും ട്രബിൾ ഉണ്ടെങ്കിൽ മൈൻഡ് അഫക്റ്റഡ് ആയ മൈൻഡിൽ ഏതാച്ചും ട്രബിൾ ഉണ്ടെങ്കിൽ ശരീരം ബാധിക്കും ഇപ്പൊ കോമൺ ആയിട്ട് അറിയാല്ലേ ഡയബറ്റിക് പേഷ്യന്റ് ഡയബറ്റിക് അത് നോർമലി എല്ലാവർക്കും അറിയപ്പെട്ടത് ഓക്കെ ഇപ്പൊ ഒരാൾക്ക് വീട്ടില് ഓഫീസില് റോഡില് പോണ ഫുൾ സ്ട്രെസ് ആണ് അപ്പൊ ഡയബറ്റിക് പേഷ്യന്റ് ഇவ்வளவு സ്ട്രെസ് ഉണ്ടെങ്കിൽ ഷുഗർ കുറയவே കുറயாது ഫുള്ളായിട്ട് കൂടിയിട്ടേ இருக்கும் കുറயாது അതുകൊണ്ടുதான் നമുക്ക് நம்ம പേഷ്യന്റ് വരാൻ ചാൻസ് കുറവാണ് അപ്പൊ നമ്മ എന്ത് കാര്യം செஞ்சாலும் സ്ട്രെസ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് കുറயாது അത് ഒരു ഗുഡ് എക്സാമ്പിൾ റൈറ്റ് നൗ അതുപോലെ മാക്സിമം ഇപ്പൊ റൈറ്റ് നൗ இதுக்கு എല്ലാ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസോർഡർ കാറ്റഗറിയിൽ தான் வருது அதனால இப்போதைக்குள்ள கரண்ட் மாடர்ன்ல வந்து ஸ்ட்ரெஸ்ஸை കുറച്ചെങ്കിൽ കുറേ അസുഖം മാറ്റിയെടുക്കാം അത് അച്ഛൻ വന്ന് കേട്ടല്ലോ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ മൈൻഡ് നന്നായിരുന്നാലേ ബോഡി നന്നായിരിക്കുള്ളൂ നമ്മളെ ബോഡി നന്നായിരുന്നാലേ മൈൻഡ് നന്നായിരിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ബോഡി ബാലൻസ് ആയിരിക്കണം എന്നാലേ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ നമുക്ക് ആർക്കും വരാതിരിക്കുള്ളൂ അതുകൊണ്ട് നമ്മളോട് അറിവ് നമ്മളെ കൈ